എനിക്ക് ഈശോയുടെ രൂപങ്ങളിൽ ഒന്നും വിശ്വാസമില്ല. മാതാവിന്റെ രൂപത്തിൽ വിശ്വാസമില്ല. പുണ്യാളന്മാരിൽ വിശ്വാസമില്ല. ആരെയും പരിസരത്ത് അടുപ്പിക്കില്ല ഞാൻ. പള്ളിയേയില്ല എന്റെ കണക്കനുസരിച്ച്. ഞാൻ നേരെ ടെറസിലേക്ക് കയറിപ്പോയി. ടെറസിൽ ചെന്ന് മുട്ടുകുത്തി ആകാശത്തേക്ക് നോക്കി ഞാൻ ചോദിച്ചു, ദൈവമേ, എന്താണ് സത്യം? എനിക്ക് സത്യം എന്താണെന്ന് അറിയണം. ഏത് സഭയിലാണ് സത്യമെന്ന് അറിയണം. കർത്താവെ, അങ്ങെന്നോട് സംസാരിക്കണം. എനിക്കിപ്പോൾ സംശയമായിരിക്കുന്നു. ഒരു കൂട്ടർ പഠിപ്പിക്കുന്നു, ഞങ്ങൾ പറയുന്നതാണ് സത്യം. രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നു. അവർക്ക് അമ്മയും വേണ്ട, സഹോദരങ്ങളും ആരും വേണ്ട എന്ന് പഠിപ്പിക്കുന്നു. ഇതാ വേറൊരു സ്ത്രീ പഠിപ്പിക്കുന്നു, പരിശുദ്ധ അമ്മയില്ലാതെ ഒരു ക്രൈസ്തവ ജീവിതമില്ലെന്നും ദൈവം തന്നോട് സംസാരിച്ചുവെന്നും പറയുന്നു. അമ്മയില്ലാതെ യേശുവില്ല. ഇതിൽ ഏതാണ് സത്യം? അറിയാതെയാണ് എനിക്ക് തെറ്റുപറ്റുന്നതെങ്കിൽ എന്നെ തിരുത്താൻ കടമയുണ്ടല്ലോ. അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് തെറ്റുപറ്റുന്നതെങ്കിൽ എന്നോട് കരുണ കാണിക്കണേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ശൂന്യതയിലേക്ക് നോക്കിയ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്റെ മുൻപിൽ ദൈവത്തിന് രൂപവും ഭാവവുമില്ല. ദൈവം അദൃശ്യനാണ്. അതുകൊണ്ട് ഞാൻ പ്രകാശത്തിലേക്ക് നോക്കി അന്നു മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രിയും പകലും ഒരു കാര്യം മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ദൈവം എവിടെയാണെന്ന് അറിയണം. ഏതു ദൈവമാണ് സത്യം? അവൻ എവിടെയാണ് ജീവിക്കുന്നത്? എനിക്ക് അവനെ കാണണം. എനിക്ക് അവൻ്റേതാകണം. എനിക്ക് രക്ഷപ്പെടണം. ദൈവത്തോടു കൂടെയാകണം. ക്രിസ്തുവിൻ്റെതായി തീരണം. യേശു എവിടെയാണ് സത്യമായും ജീവിക്കുന്നത്? സത്യമായി ജീവിക്കുന്നിടത്ത് ചെന്നാലല്ലേ അവനെ തിരിച്ചറിഞ്ഞ് അവനോട് കാര്യങ്ങൾ പറഞ്ഞ് അവനെന്നെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കർത്താവെ, അങ്ങ് എവിടെയാണ് സത്യമായും ജീവിക്കുന്നതെന്ന് എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം എങ്ങനെ സംസാരിക്കുമെന്ന് എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. ദൈവം അങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല. എന്നാൽ ദൈവം എന്റെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഇടപെടുമെന്ന് കരുതി. മനുഷ്യരൂപത്തിൽ വന്ന് സംസാരിക്കുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് ആ വിശ്വാസമില്ലാത്ത സമൂഹത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് യേശു മനുഷ്യരൂപത്തിൽ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാത്രിയും പകലും എന്റെ ജോലിക്കിടയിൽ പോലും ഞാൻ ഒറ്റക്കാര്യം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ഏതാണ് സത്യം? മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ ജോലിയിലാണെങ്കിലും എന്റെ ഉള്ളിൽ ഈ ഒറ്റ പ്രാർത്ഥനമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് സത്യം? അതെനിക്ക് അറിയണം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും ഒരുവൻ തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നു അത്. ഇന്നലെ സംസാരിച്ചത് മുഴുവൻ ഈ ബൈബിളിലുണ്ട്. അവൻ വീണ്ടും വരുമ്പോൾ സംസാരിക്കാനിരിക്കുന്നതും ഈ ബൈബിളിലുണ്ട്. എങ്കിൽ പിന്നെ അവന് എന്തുകൊണ്ട് ഇന്ന് എന്നോട് സംസാരിച്ചുകൂടാ? എങ്കിലല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. ഈശോയെ, നീ എന്നോട് സംസാരിക്കണം. പത്രോസിനോടും യോഹന്നാനോടുമൊക്കെ അന്ന് ഒരുമിച്ച് ജീവിച്ചുകൊണ്ട് സംസാരിച്ചു. പൗലോസിനോട് സംസാരിച്ചത് അങ്ങ് ഈ ലോകത്തിൽ നിന്ന് പോയി കഴിഞ്ഞ. അപ്പോൾ അതുപോലെ എന്നോടും സംസാരിക്കാൻ പറ്റും ഈശോയ്ക്ക്. അല്ലെങ്കിൽ എന്റെ വിശ്വാസം കുറഞ്ഞു പോകില്ലേ? പൗലോസിനോട് സംസാരിച്ചതുപോലെ എന്നോട് സംസാരിക്കണം. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിനു വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി ഞാൻ ഒരു കാര്യവും ചെയ്യില്ല. ഞാൻ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും മാത്രമേ ചെയ്യുകയുള്ളൂ. എന്റേതായ ഒരു പ്രവൃത്തിയും വേറെ ഉണ്ടാവില്ല. കാരണം പത്രോസും യോഹന്നാനും പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവ് വരാൻ പ്രത്യേകം തലയിളക്കുകയോ നാവിളക്കുകയോ ഒന്നും ചെയ്തില്ല. അവർ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് തന്റെ ഹിതം കൊണ്ട് വന്നതാ അവരുടെ മേൽ. അവർ കാത്തിരിക്കുകയാ ചെയ്തത്. അതുപോലെ എനിക്ക് സാധാരണ രീതിയിലുള്ള പരിശുദ്ധാത്മാവിനെ ഒന്നും വേണ്ട. പത്രോസിനും പൗലോസിനും കൊടുത്ത പരിശുദ്ധാത്മാവിനെ വേണം എനിക്ക്. അത്രയും ശക്തിയോടു കൂടി വേണം. അപ്പോൾ സത്യമറിയാൻ പറ്റുമല്ലോ. പത്രോസിനോടും പൗലോസിനോടും സംസാരിച്ചിട്ടുണ്ട് ഈശോ. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ആ പറയുന്ന വാക്കുകളുടെ ഗൗരവമൊന്നും അന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ജോലിക്കിടയിൽ അല്പസമയം കിട്ടിയാൽ ശൂന്യതയിലേക്ക് നോക്കി പുറത്തേക്ക് നോക്കി, എവിടെയാ അങ്ങ് ഇരിക്കുന്നത് എന്ന് ഈശോയോട് ചോദിക്കും. ശൂന്യതയിൽ കർത്താവിരിക്കുന്നതായിട്ടാണ് എന്റെ സങ്കല്പം. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഏകദേശം 6 മാസത്തോളം ആയി. കർത്താവ് ഒന്നും മിണ്ടിയില്ല. എങ്കിലും കർത്താവ് വരുന്നതുവരെ പ്രാർത്ഥന നിർത്തില്ല എന്ന് ഞാനും തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചത് എന്റെ മിടുക്കുകൊണ്ടല്ല, പരിശുദ്ധാത്മാവ് സഹായിച്ചു. വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ സഹായിച്ച പരിശുദ്ധാത്മാവിന് ഒത്തിരി നന്ദി. എന്തായാലും ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എന്റെ മുറിയിൽ ഞാൻ മാത്രമേയുള്ളൂ. എന്റെ കൂടെയുള്ളത് വേറെ 6 കുട്ടികളാണ്.
അവരെല്ലാം മലയാളികളാണ്. അതുകൊണ്ട് റൂമിലും എനിക്ക് ഭാഷ പഠിക്കാൻ സാഹചര്യമില്ല. അവരെല്ലാം ജോലിക്ക് പോയിരിക്കുകയാണ്. ഞാൻ മുറിയിലേക്ക് വന്ന വഴിക്ക് ചാപ്പലിൽ ഇരുന്ന് സിസ്റ്റേഴ്സ് ജപമാല ചൊല്ലുന്നത് കണ്ടു. അതെനിക്ക് വലിയ വിഷമമായിട്ടുള്ളതാണ്. കാരണം ഞാൻ അവരോട് സുവിശേഷം പറയാത്തതുകൊണ്ടാണ് അവർ ജപമാല ചൊല്ലാൻ കാരണം. ആ വിഷമം മനസ്സിലുണ്ട്. അതുകൊണ്ട് റൂമിൽ കയറിയ ഉടനെ ഡ്രസ്സ് മാറുകയോ പല്ല് തേക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്റെ കട്ടിലിൽ കയറിയിരുന്ന് കരയാൻ തുടങ്ങി. കർത്താവെ, 6-7 മാസമായി വന്നിട്ട് ഇതുവരെയും സുവിശേഷം പറയാൻ പറ്റിയില്ലല്ലോ എന്ന വലിയ വിഷമത്തോടെ കരയാൻ തുടങ്ങി. ഇവരോടൊക്കെ സുവിശേഷം പറയാൻ എന്നെ സഹായിക്കണമേ. എന്റെ കുറവ് കൊണ്ടാണോ എന്ന് ചോദിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. രാവിലെ 8-9 മണി സമയം. നല്ല ബോധമുണ്ട്. ഞാൻ എന്റെ കട്ടിലിലിരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കരയുകയും ചെയ്യുന്നുണ്ട്. തൊട്ട് അപ്പുറത്തുള്ള ബെഡിൽ ഒരു ബൈബിൾ വായിക്കാൻ കയ്യിലെടുത്ത് ശ്രമിച്ചിട്ട് അവിടെ തന്നെ വച്ചു. പിന്നെ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. രക്ഷിക്കാൻ എന്താ മാർഗം എന്ന് ചോദിച്ച് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ദർശനം. അപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഒരു ദർശനം കണ്ടത്. അത് ഇങ്ങനെയാണ്. ഞാൻ ഉറക്കത്തിലൊന്നുമല്ല കണ്ടത്. നല്ല പോലെ കണ്ണ് തുറന്നിരുന്ന് ഏങ്ങലടിച്ച് കരയുമ്പോഴാണ് പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് എനിക്ക് ചലിക്കാൻ മേലാതെയായി. പിന്നീട് മണിക്കൂറോളം, ഏകദേശം 12-30 മണിവരെ ഈശോ എന്നോട് സംസാരിച്ചു. അത്രയും സമയം ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നതേയുള്ളൂ. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നു. ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. ലോകം അവസാനിച്ചു. എല്ലാ ജീവജാലങ്ങളും നശിച്ചുപോയി. ഈ ഭൂമിയിൽ ഒരു പച്ച ഇല പോലുമില്ല. വലിയ കൊടുങ്കാറ്റും പേമാരിയും ഭൂമികുലുക്കവും ഇടിമുഴക്കവും ഇടിമിന്നലും അഗ്നിപർവ്വത സ്ഫോടനവുമൊക്കെയായിട്ട് ഭൂമി ആടിയുലയുകയാ. അങ്ങനെ തീർന്നു. കലങ്ങി ഒഴുകുന്ന വെള്ളം മാത്രമുണ്ട്. ഞാൻ മാത്രം മരിച്ചില്ല. എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാ. കലക്ക വെള്ളത്തിൽ കൂടിയാ ഓടുന്നത്. അങ്ങനെ കുറെ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഉരുൾ പൊട്ടി വരികയാ. അപ്പോൾ ഞാൻ മുൻപോട്ട് നോക്കുമ്പോൾ യേശു മുന്നോട്ട് നടന്നു പോവുകയാ. എന്നെ നോക്കുന്നില്ല. ഈശോ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാ. ഞാൻ ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് ഈശോയുടെ ഈ പടത്തിൽ കാണുന്ന രൂപം കണ്ടിട്ടും അലർജിയൊന്നും തോന്നിയില്ല. ഏതായാലും യേശുവെ എന്ന് വിളിച്ച് പുറകെ ഓടിയിട്ടും യേശു ഒരു പ്രാവശ്യം പോലും തിരിഞ്ഞു നോക്കിയില്ല. എത്രമാത്രം വേഗം ഞാൻ ഓടിയാലും പതുക്കെ ഓടിയാലും ഞാനും ഈശോയും തമ്മിൽ ഒരു നിശ്ചിത അകലം ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് അടുത്തെത്താനും പറ്റുന്നില്ല. ഒരു പ്രാവശ്യം കൂടി നോക്കിയപ്പോൾ ഉരുൾപൊട്ടി എന്റെ അടുത്ത് എത്തി. ഇനി ഓടിയിട്ടും കാര്യമില്ലെന്ന് തോന്നി. ഈശോ തിരിഞ്ഞു നോക്കിയാലും രക്ഷിക്കുകയില്ലെന്ന് എനിക്ക് തോന്നി. അതോടെ ഞാൻ എന്റെ ഓട്ടം അവസാനിപ്പിച്ചു. എന്റെ ഓട്ടം അവസാനിപ്പിച്ച ആ നിമിഷം കർത്താവ് തിരിഞ്ഞു നോക്കി. ഈശോ തിരിഞ്ഞു നിന്ന് എന്റെ കയ്യിൽ പിടിച്ച് ഈശോയുടെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. അപ്പോഴേക്കും ആ ഉരുൾ പൊട്ടിയത് വേറെ വശത്തുകൂടി കടന്നുപോയി. ഈശോ ഒന്നും സംസാരിക്കുന്നില്ല. എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ മലമുകളിലേക്ക് നടന്നുപോയി. ആ ഉരുൾ പൊട്ടിയ മലയുടെ മുകളിൽ ചെന്നപ്പോൾ ഒരു ഉറവ ഒഴുകി വരുന്നുണ്ടായിരുന്നു. അവിടുന്ന് താഴേക്ക് നോക്കിയപ്പോൾ ആ ഉറവ മുകളിൽ നിന്നും ചെറുതായിട്ട് തുടങ്ങി ഒരു വലിയ അരുവിയായി താഴ്വരയിലേക്ക് എത്തുമ്പോൾ വലിയ പുഴയായി ഒഴുകുന്നത് കാണാൻ പറ്റും. എന്നാൽ ഉറവ തുടങ്ങിയ സ്ഥലത്തുനിന്ന് ചെറിയ കുഴിയിലൂടെ ഒഴുകി വരുമ്പോൾ ഒരു കാൽപാദം മൂടാൻ വെള്ളമുള്ള സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് കുറെ നേരത്തേക്ക് നിശബ്ദതയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പുല്ലൊക്കെ പതുക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചു തുടങ്ങി. സൂര്യൻ ഉദിച്ച് പ്രഭാതമായി. ആ സമയത്ത് ഈശോ കുനിഞ്ഞ് ആ കുഴിയിൽ നിന്നും അല്പം വെള്ളം കൈകൊണ്ട് കോരിയെടുത്ത് എന്റെ തലയിലേക്ക് ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദിസ മുക്കുന്നു. എനിക്കിത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാ. കാരണം ഞാൻ ഈശോ മുങ്ങിയതുപോലെ മുങ്ങിയതാ. അപ്പോൾ പിന്നെ എന്റെ തലയിൽ വെള്ളമൊഴിക്കേണ്ട കാര്യമെന്താ? ഞാനത് വലിയ അഭിമാനമായി പറയുകയും ആരെ കണ്ടാലും എന്റെ ഹൃദയത്തിലെ ചിന്ത ഞാൻ ഇവരെപ്പോലെയല്ല, ഈശോ മുങ്ങിയതുപോലെ മുങ്ങിയവളാ, അതുപോലെ ചെയ്യാൻ മറ്റുള്ളവരോട് പറയുകയും ചെയ്തവളാ. അതുകൊണ്ട് ഈശോയെപ്പോലും ചോദ്യം ചെയ്യാനുള്ള അഹങ്കാരം എന്റെ ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് ഈശോയോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാ കർത്താവെ ഇങ്ങനെ ചെയ്തത്? ഞാൻ നീ മുങ്ങിയതുപോലെ തന്നെ മുങ്ങിയതാണല്ലോ. അപ്പോൾ ഈശോ പറഞ്ഞു, ആദ്യമായിട്ട് ഈശോ എന്നോട് സംസാരിച്ചത് ഇങ്ങനെയാണ്: ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ മുങ്ങിയതുപോലെ തന്നെ നിനക്ക് മുങ്ങണമെങ്കിൽ നീ അങ്ങ് ജോർദാനിൽ വരേണ്ടി വരും.
നീ ജോർദാനിലാണോ മുങ്ങിയത്? അല്ല, പെരിയാറ്റിലാണ്, ഞാൻ പറഞ്ഞു. കൊള്ളാം. എന്നെ മുക്കാൻ ദൈവത്താൽ അയക്കപ്പെട്ട പാപരഹിതനായ ഒരു മനുഷ്യൻ വന്നു. നിന്നെ ആരാ അയച്ചത്? ആരാ വന്നത്? ഞാൻ പറഞ്ഞു, ആരാ അയച്ചത് എന്ന് അറിയത്തില്ല. കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ്. ഈശോ പറഞ്ഞു, അതും കൊള്ളാം. ഞാൻ മുങ്ങിയപ്പോൾ, വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വരികയും ഞാൻ ദൈവപുത്രനാണെന്ന് ദൈവപിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അത് കേട്ടവർ സാക്ഷ്യപ്പെടുത്തി എഴുതി വച്ചിട്ടുണ്ട്. നീ മുങ്ങിയപ്പോൾ, വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? ഞാൻ പറഞ്ഞു, കർത്താവെ, ആത്മീയമായി അങ്ങനെ സംഭവിച്ചുവെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. ഈശോ പറഞ്ഞു, അങ്ങനെ ആത്മീയമായിട്ട് മാത്രം സംഭവിച്ചാൽ പോരല്ലോ. മുങ്ങിയെന്നത് ആത്മീയമായി സംഭവിച്ച കാര്യമല്ല. നീ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി. ഞാൻ മുങ്ങിയതുപോലെയാണെന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം അന്ന് നടന്നതുപോലെ സംഭവിക്കണം. സ്വർഗം തുറക്കപ്പെടണം, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വരണം, ദൈവത്തിന്റെ സ്വരവും കേൾക്കണം. അങ്ങനെ ആരെങ്കിലും കേട്ടതായി വല്ലവരും പറഞ്ഞോ? ഇല്ല കർത്താവെ, ആരും പറഞ്ഞതായി കേട്ടില്ല. എങ്കിൽ പിന്നെ ഇനി മേലാൽ ഞാൻ മുങ്ങിയതുപോലെ തന്നെ മുങ്ങിയെന്ന് പറയരുത്. കാരണം ഏതെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നോ രണ്ടോ കാര്യം ചെയ്തിട്ട് എല്ലാം ഞാൻ ചെയ്തതുപോലെ ചെയ്തുവെന്ന് പറയരുത്. ഞാൻ മുങ്ങുവാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമെങ്കിലും നിനക്ക് അറിയാമെങ്കിൽ നീ ഞാൻ മുങ്ങിയതുപോലെ മുങ്ങിയെന്ന് പറയുകയില്ല. അതിൽ ഒരു കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുണ്ട്. അവിടെ യോഹന്നാൻ പറയുന്നത്, ജലത്താൽ സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു. ആത്മാവ് ഇറങ്ങിവന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. ഞാൻ അത് കാണുകയും ഈശോ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. യോഹന്നാൻ 1:33-34. ഞാൻ ദൈവപുത്രനാണെന്നുള്ള സാക്ഷ്യം നൽകാനും കൂടിയാണ് അത് ചെയ്തത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊന്നും നിനക്ക് അറിയില്ലാത്തതാണ് കുഴപ്പം. ഇനി ഞാൻ മുങ്ങിയതുപോലെയാ മുങ്ങിയതെന്ന് പറയരുത് കേട്ടോ. ഞാൻ പറഞ്ഞു, ഇല്ല, ഇനി ഞാൻ പറയില്ല. എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം വിശ്വസിച്ചു കഴിഞ്ഞാൽ പോയി ഏറ്റു പറയണ്ടേ? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റു പറയുകയും ചെയ്താലല്ലേ രക്ഷിക്കപ്പെടുകയുള്ളൂ. അങ്ങനെയെങ്കിലും ഞാൻ ചെയ്തത് ശരിയാണെന്ന് കർത്താവിന്റെ മുൻപിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഉടനെ യേശു പറഞ്ഞു, എന്റെ മോളെ, നീ പറയുന്നത് പോലെയാണെങ്കിൽ ഏതെങ്കിലും അച്ഛനെ വിളിച്ച് വെള്ളമുള്ള സ്ഥലത്ത് ആൾക്കാരെയും കൂട്ടി നീ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റു പറയുന്നു. അതു കഴിഞ്ഞാൽ ബൈബിളും എടുത്ത് വീട്ടിൽ വന്ന് ബൈബിൾ വായിച്ച് പിന്നെ ഈശോയെ അറിയാവുന്ന ആൾക്കാരെ കാണുമ്പോൾ അവരുടെ മുൻപിൽ ഞാൻ ഈശോയെ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറയണമെന്നല്ല പറഞ്ഞത്. അങ്ങനത്തെ ഏറ്റുപറച്ചിലല്ല ഉദ്ദേശിച്ചത്. നീ ഏറ്റുപറയുന്ന ദിവസം വികാരിയച്ഛൻ മാത്രമേ ഉള്ളുവെങ്കിലും കുഴപ്പമില്ല. പറയുന്ന സമയത്ത് അതു കഴിഞ്ഞാൽ ഒരു നിമിഷം മുതൽ അത് ഏറ്റുപറയുന്നതായിരിക്കണം നിന്റെ ജീവിതം. അല്ലാതെ ഒരു ദിവസം ഒരിടത്ത് ചെന്ന് 10 പേരുടെ മുൻപിൽ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പാട്ടും പാടി തിരിച്ചിങ്ങ് പോരുന്നു. തീർന്നു, ഏറ്റുപറച്ചിൽ അവസാനിച്ചു. പിന്നെ നിന്റെ സഭയിൽ പോയി പറയും, എല്ലാ ദിവസവും യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന്. അങ്ങനെ നിന്റെ സഭക്കാർക്ക് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. നിന്നെ കാണുന്ന സകല ജാതികളും യേശുവിനെ നീ ഏറ്റുപറയുന്നുവെന്ന് കാണുകയും കേൾക്കുകയും ചെയ്യാൻ ഇടയാകണം. അല്ലാതെ അറിയാവുന്നവരുടെ അടുത്ത് പിന്നെയും പിന്നെയും പറയണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കുക. പറയുമ്പോൾ വികാരിയച്ഛൻ മാത്രമുള്ളുവെങ്കിലും സാരമില്ല. അതു കഴിയുമ്പോൾ എല്ലാവരും അറിയണം. ഞാൻ അല്പം എന്തോ ആണ് എന്ന അഹങ്കാരം കൊള്ളില്ല. യേശുക്രിസ്തുവിന്റെ കൃപയാലാണ് നീ രക്ഷപ്പെട്ടത്, അല്ലാതെ നീ പോയി മുങ്ങിയതുകൊണ്ടൊന്നുമല്ല കേട്ടോ. ഈശോയെ ഞാൻ വിശ്വസിക്കാം. ഇത്രയും കാര്യങ്ങൾ ഈശോ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. കർത്താവെ, കത്തോലിക്ക സഭ കുഞ്ഞുങ്ങളെ മുക്കുന്നുണ്ട്. അത് എന്തായാലും തെറ്റല്ലേ? എങ്ങനെയെങ്കിലും കത്തോലിക്ക സഭയുടെ പഠനം തെറ്റാണെന്ന് തെളിയിക്കുക. അത് കർത്താവിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ധൈര്യമുണ്ട്. കാരണം അത്രയും സ്നേഹത്തോടു കൂടിയാണ് ഈശോ എന്നോട് ഇടപെടുന്നത്. ഒരു അപ്പൻ മകളോട് പറയുന്നത് പോലെ വളരെ സ്നേഹത്തോടെ അടുക്കൽ നിന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു പറയുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട്. പേടിപ്പിക്കുന്നതൊന്നും യേശുവിലില്ല, ഭയപ്പെടുത്തുന്നത് ഒന്നുമില്ല. കരുണയും സ്നേഹവും മാത്രമേയുള്ളൂ. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ ധൈര്യമായി. ചോദിക്കുന്നതിനേക്കാൾ മര്യാദയായിട്ടാണ് ഈശോ ഉത്തരം നൽകുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഈശോയോട് ചോദിച്ചു, കത്തോലിക്ക സഭ ചെയ്യുന്നത് തെറ്റല്ലേ?
കുഞ്ഞുങ്ങളെ മുക്കുന്നത് എന്തായാലും തെറ്റാ. കുഞ്ഞുങ്ങൾ ദൈവകോപം അറിയാറില്ലല്ലോ. അവർ വെറുതെ കരയുകയല്ലേ ഉള്ളൂ. ഈശോ: മോളെ, മുങ്ങിക്കുളിച്ചാലും കോരിക്കുളിച്ചാലും കുളിക്കുക എന്നാ പറയുന്നത്. നിന്നെ ഒന്ന് കുളിപ്പിക്കാനല്ല ഞാൻ മാമോദിസ മുക്കിയത്. അത് ഞാൻ അയച്ച ഉടമ്പടിയാണ്. ദൈവജനത്തോട് നിന്നെ ചേർത്ത ഉടമ്പടിയാണത്. മാമോദിസ സ്വീകരിച്ച നീ മരിച്ചുപോയാൽ നിന്റെ അസ്ഥിക്ക് പോലും എനിക്കാണ് അവകാശം. അത്രത്തോളം വലിയ ഉടമ്പടിയാണത്. ഇനി ദൈവജനമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിച്ചത് 2000 കൊല്ലം മുൻപൊന്നുമല്ല. അത് ഉൽപ്പത്തിയിൽ 17-ാം അധ്യായം വായിച്ചാൽ അബ്രാഹമിനോട് പരിച്ഛേദനം എന്ന ഉടമ്പടിയിലൂടെ ദൈവജനത്തെ ഞാൻ കൂട്ടിച്ചേർത്ത് നിർത്തുന്നത് മോളെന്ന് വായിച്ചു നോക്കണം. ഞാൻ എന്നും അവരുടെ ദൈവമായിരിക്കുമെന്നും അവരെന്നും എന്റെ ജനമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ഉടമ്പടി സ്ഥാപിച്ചത് മനോഹരമായി എഴുതി വച്ചിട്ടുണ്ട്. പരിച്ഛേദനം എന്ന ഉടമ്പടി സ്ഥാപിച്ചത് ജനിച്ച് 8 ദിവസം പ്രായമായ കുഞ്ഞിനെ പരിച്ഛേദനം ചെയ്യണമെന്ന് പറഞ്ഞ അതേ ദൈവം തന്നെയാണ് മോളെ ഇന്നും ഞാൻ. നീ എപ്പോഴും പറയുമല്ലോ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എപ്പോഴും ഒരുവൻ തന്നെയാണെന്ന്. ആ യേശുക്രിസ്തു തന്നെയാണ് ഇപ്പോഴും ഞാൻ. എന്റെ ദൈവത്വത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് മോളെ, നിന്റെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞിനെ എപ്പോൾ വേണമെങ്കിലും മാമോദിസ മുക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. അന്ന് പരിച്ഛേദനം എന്ന ഉടമ്പടിയായിരുന്നു. ഇന്ന് എല്ലാവർക്കും സ്വീകാര്യമാകുന്നതിന് മാമോദിസ നടത്തുന്നു. ഉടമ്പടിക്ക് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ പ്രവൃത്തിയിൽ കുറച്ച് മാറ്റം വരുത്തിയെന്നേയുള്ളൂ. ജനിച്ചിട്ട് ഇന്ന ദിവസം മാമോദിസ മുക്കണം എന്നൊന്നും ഞാൻ ബൈബിളിൽ എഴുതി വച്ചിട്ടില്ലല്ലോ. 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യുന്ന ആ കുഞ്ഞിന് യഹൂദ നിയമങ്ങൾ ഒന്നും അറിയില്ല. വളരുമ്പോൾ ആ കുഞ്ഞിനെ അവർ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തിരുസഭയുടെ കാര്യങ്ങളെല്ലാം പുതിയതല്ല, പണ്ടേ ഉണ്ടായിരുന്നതാണ്. പഴയ നിയമത്തിൽ തുടങ്ങിവച്ചു, എന്നിട്ട് പുതിയ നിയമത്തിൽ പൂർത്തിയാക്കി. അതുകൊണ്ട് തിരുസഭ കണ്ടുപിടിച്ച പുതിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട കേട്ടോ. തിരുസഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മോളെ, കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വരിക. എന്റെ സഭയിൽ ചേർന്ന് മാമോദിസ സ്വീകരിക്കുമ്പോൾ എന്റെ അമ്മയുടെ പേര് സ്വീകരിക്കണം. നിനക്ക് എന്റെ അമ്മയുടെ പേര് പറയാനായിരുന്നു ഏറ്റവും പ്രയാസം. അതുകൊണ്ട് എന്റെ അമ്മയുടെ പേര് തന്നെ സ്വീകരിക്കണം. മരിയ എന്ന പേര് സ്വീകരിച്ച് കത്തോലിക്ക സഭയുടെ അംഗമായി തീരണം. തിരുസഭയ്ക്ക് തെറ്റുപറ്റിയാൽ ഞാൻ തിരുത്തിക്കൊള്ളാം, നീ തിരുത്തേണ്ട. തിരുസഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. തിരുസഭ എന്ത് പറയുന്നതും നീ അനുസരിക്കണം. തിരുസഭ കുറച്ച് നിയമങ്ങൾ എഴുതിയുണ്ടാക്കിയിട്ട് അത് കൊണ്ടുപോയി പരിശുദ്ധാത്മാവിനെ കൊണ്ട് സീൽ ചെയ്യിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ പരിശുദ്ധാത്മാവ് തിരുസഭയെ പഠിപ്പിക്കുകയാ ചെയ്യുന്നത്. അതുകൊണ്ട് തിരുസഭ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കണം. അത് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് നീ പോയി മാമോദിസ സ്വീകരിച്ചു കൊള്ളുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്യാം ഈശോയെ, മാമോദിസയും സ്വീകരിക്കാം, മാതാവിന്റെ പേരുമിടാം. പിന്നെ ഇങ്ങനെ മാമോദിസ മുങ്ങിക്കഴിഞ്ഞാൽ പള്ളിയിൽ പോകണം, ഞായറാഴ്ചയെങ്കിലും പോകണമെന്ന് നിർബന്ധമാ. അങ്ങനെ ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ ചെന്നു കഴിഞ്ഞാൽ കുർബാന സ്വീകരണം. കുർബാന എന്ന ഒരു കാര്യമുണ്ടവിടെ. അതാ ഏറ്റവും വലിയ തട്ടിപ്പ്. ഒരു ഗോതമ്പപ്പമെടുത്ത് അതിനകത്ത് യേശുക്രിസ്തു ജീവിക്കുന്നുവെന്ന് പറഞ്ഞു തരും. അതെങ്ങനെ വിശ്വസിക്കാനാ? ഈശോ ഗോതമ്പ് അപ്പത്തിനകത്താണോ ഇരിക്കുന്നത്? കർത്താവെ, നിന്റെ ഓർമ്മയ്ക്കായി ചെയ്യാനല്ലേ പറഞ്ഞത്, അല്ലാതെ ബലിയർപ്പിക്കാനാണോ പറഞ്ഞത്? ഈശോ പറഞ്ഞു, എന്റെ മോളെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം എന്തെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം പോലും എന്നോട് ചോദിക്കില്ല. മോള് ആദ്യം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്ക്. എല്ലാ ബൈബിളിലും അത് ഒരുപോലെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഈശോ എന്ത് പറഞ്ഞാലും ഞാൻ പറയും, ബൈബിളിലില്ലല്ലോ, പുതിയ നിയമത്തിലില്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ട് ഈശോ ഓരോ ഉത്തരം പറയുമ്പോഴും അത് ബൈബിളിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഓരോ ഉത്തരവും ഈശോ വചനത്തിലൂടെ തന്നെയാണ് പറയുക. അതുകൊണ്ട് എനിക്ക് തർക്കിക്കാൻ പറ്റിയില്ല. ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, മോളെ, അന്ന് ജനക്കൂട്ടത്തോട് ഞാനിങ്ങനെ സംസാരിച്ച് കുർബാനയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയായിരുന്നു. എന്റെ ശരീരം ഭക്ഷിക്കണം, എന്റെ രക്തം പാനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. ആ വലിയ ജനക്കൂട്ടത്തിൽ നിന്ന് എന്റെ മുൻപിലിരുന്നവരൊക്കെ എഴുന്നേറ്റുപോയി. ഏതാനും പേർ മാത്രം അവശേഷിച്ചു. എന്റെ മുൻപിൽ നിന്നും ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനം എഴുന്നേറ്റ് പോയതുപോലെ നിന്റെ മുൻപിൽ നിന്നും ജനം എണീറ്റു പോകും. കാരണം എന്റെ മുൻപിൽ നിന്നും പോയതാ. എന്നാൽ അവശേഷിച്ചവരോട് ഞാൻ ചോദിച്ചത്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്നാ. തിരുസഭ വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എനിക്കും ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? കാരണം ദിവ്യകാരുണ്യം ഒരു ദൈവിക രഹസ്യമാണ്.
എന്റെ പിതാവിൽ നിന്ന് കൃപ ലഭിച്ചവരല്ലാതെ ആരും അത് മനസ്സിലാക്കുകയില്ല. അത് അത്ര വലിയ രഹസ്യമാണത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരെ തിരിച്ചു വിളിച്ചില്ല. ഇങ്ങു വന്നേ മക്കളെ, ഞാൻ അപ്പത്തിനകത്ത് മറഞ്ഞിരിക്കുകയാ. കുറച്ചു കഴിയുമ്പോൾ വൈദികരുണ്ടാവും. ഇതു പിന്നെ കൂദാശയാകും. ഓസ്തിയിൽ മറിഞ്ഞിരുന്ന് നിങ്ങളുടെ ഇടയിൽ വരുമെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല, വിശദീകരിച്ചു കൊടുത്തിട്ടുമില്ല. ഞാൻ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ഞാനും നിങ്ങളോട് അത് തന്നെ ചോദിക്കുകയുള്ളൂ. പോകാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഇനി എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണെന്നും ഇത് എന്റെ രക്തം യഥാർത്ഥ പാനീയമാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? അല്ലാതെ ഈ അപ്പം എടുത്തുയർത്തിയിട്ട് ഇതെന്റെ ശരീരത്തിന് പകരമുള്ള അപ്പമാണെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇതെന്റെ ശരീരമാണെന്ന്. എന്റെ കയ്യിലിരിക്കുന്നത് അപ്പമാണെന്ന് എനിക്കെന്താ അറിഞ്ഞുകൂടെ? കണ്ടുനിന്ന ശിഷ്യന്മാർ ഇത് അപ്പമല്ലേ എന്ന് ചോദിച്ചില്ല. അത് അവർ വിശ്വസിച്ചു. കാരണം അവർ വിശ്വാസികളായിരുന്നു. അവരുടെ വിശ്വാസം അത്ര ദൃഢമായിരുന്നു. ഞാൻ പറയുന്നത് അത് അങ്ങനെ തന്നെ അവർ വിശ്വസിച്ചു. അതുപോലെ നീയും വിശ്വസിക്കുക. ഞാൻ കള്ളം പറയുകയില്ല. ഞാൻ രക്തമാണെന്ന് പറഞ്ഞാൽ രക്തമാണ്, മാംസമാണെന്ന് പറഞ്ഞാൽ മാംസമാണ്. പിന്നെ എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞുവെന്നത് എന്താണെന്നറിയാമോ മോളെ? അപ്പമെടുത്ത് പിടിച്ചിട്ട് അപ്പോൾ ഞാൻ തന്നെയാണ്, എന്നെ തന്നെയാണ് ഞാൻ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്നെ തന്നെ മുറിച്ച് തന്നുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നെ തന്നെ മുറിച്ച് നിങ്ങൾക്ക് തന്നതുപോലെ ഞാൻ വീണ്ടും വരുന്നതുവരെ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ എന്റെ ഓർമ്മയ്ക്കായി അപ്പവും വീഞ്ഞും കുടിക്കാനല്ല ഞാൻ പറഞ്ഞത്. എങ്കിൽ പിന്നെ പള്ളിയിലേക്ക് വരുന്നത് എന്തിനാ? വീട്ടിൽ തന്നെ അപ്പവും വീഞ്ഞും ഉണ്ടാക്കി വെച്ചിട്ട് എന്റെ കർത്താവിന് വേണ്ടി തിന്നുകയും കുടിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്താൽ പോരെ? എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി തിന്നാനും കുടിക്കാനുമല്ല പറഞ്ഞത്. എന്റെ ശരീരം ഭക്ഷിച്ചും എന്റെ രക്തം പാനം ചെയ്തും നിനക്ക് ജീവനുണ്ടാവുകയും ആ ജീവൻ നീ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയും വളരെയേറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. എല്ലാം ഇപ്പോൾ നിനക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ നീ സ്ലീഹന്മാർ വിശ്വസിച്ചതുപോലെ ആ ഗോതമ്പപ്പത്തിനുള്ളിൽ ഞാനുണ്ടെന്ന് വിശ്വസിക്കുക. ഒരു ഗോതമ്പപ്പത്തിൽ പോലും മറിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ എന്റെയുള്ളിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടെന്ന് നീ എങ്ങനെ വിശ്വസിക്കും? എവിടെ കണ്ടിട്ടാ വിശ്വസിക്കുന്നത്? എവിടെയാ എന്നെ കാണാൻ പറ്റുന്നത്? അപ്പോൾ പിന്നെ ഞാനില്ലെന്നാണോ വിശ്വസിക്കുന്നത്? എന്റെ മോളെ, ഈ കാര്യങ്ങൾ വിശ്വാസത്താൽ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്നിട്ട് തിരുസഭ പറയുന്നതെല്ലാം അനുസ്മരിച്ചു കൊള്ളുക. എന്റെ ഈശോയെ, ഇതെല്ലാം മനസ്സിലായി. ഞാൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പള്ളിയിൽ നിൽക്കാൻ പറ്റത്തില്ല. പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് റോഡിൽ തന്നെ ഒരാളെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നോക്കിയാൽ പള്ളിയുടെ വാതിൽക്ക് തന്നെ അമ്മയെന്നും പറഞ്ഞ് ഒരാളെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പള്ളി നിറയെ വിഗ്രഹങ്ങളാണ്, പുണ്യാളന്മാരാണെന്നാ പറയുന്നത്. കുറെ പേർ സക്രാരിയുടെ മുകളിൽ, കർത്താവിന്റെ തലയ്ക്ക് മുകളിലാ. അത് എനിക്ക് ഒട്ടും സഹിക്കത്തില്ലാത്ത കാര്യമാണ്. കാരണം കർത്താവിന്റെ തലയ്ക്ക് മുകളിലാണ് കയറിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇങ്ങനെയൊക്കെയാ? ഇതൊക്കെ വിഗ്രഹാരാധനയാ. അതുകൊണ്ട് പള്ളിയിൽ ഒരു തരത്തിലും പോകാൻ പറ്റില്ല. കർത്താവ് മാത്രമാണ് അവിടെ താഴെയിരിക്കുന്നത്, സക്രാരിക്കകത്ത്. ബാക്കി എല്ലാവരും മുകളിലാ. അതുകൊണ്ട് ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. കർത്താവെ, അതിനെന്താ ചെയ്യുന്നത് എന്ന് ഈശോയോട് ചോദിച്ചു.